വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്യോക്യസ് രാജാവ് ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി യഹൂദർക്ക് ശാബത്തും പരമ്പരാഗതമായ ഉത്സവദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ കഴിയാതെയായി. രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു. ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്ന് ടോളമിയുടെ കൽപ്പനയിലുണ്ടായിരുന്നു. രഹസ്യമായി ശാബത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ച് കൂടിയവരെ ആരോ ഒറ്റിക്കൊടുക്കുകയും തൽഫലമായി കൂട്ടത്തോടെ ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും വയോധികനുമായ എലയാസറിൻ്റെ വായ് പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച് അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം മരിച്ചു. സംപൂജ്യവും വിശുദ്ധമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സാലെ ശ്രേഷ്ഠമരണം വഹിക്കേണ്ടത് എന്നതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് എന്ന് പറഞ്ഞിട്ട് അവൻ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന തനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ തൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മരിച്ചു. ഒരിക്കൽ അന്ത്യോക്യസ് രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിക്കൊണ്ടടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവർ എതിർത്തപ്പോൾ രാജാവ് കോപാവേശം പൂണ്ടു. വറചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിച്ചു. സഹോദരന്മാരും അമ്മയും കാണുക അവരുടെ വക്താവിൻ്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മമൊരിയാനും രാജാവ് ഉത്തരവിട്ടു. അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് കൽപ്പിച്ചു. മറ്റ് സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം കൈവരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്നു പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. 2 മക്കബായർ 7-ാം അധ്യായം 6-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.